എല്ലാവർക്കും മലയാളത്തിലെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ മോമോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആദ്യം ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 250 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ എല്ലൊക്കെ നീക്കിയിട്ട് ഞാൻ അത് ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദ, അതിൽ ഓയിലും ഉപ്പും വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കണ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ മല്ലിയില, പിന്നെ സോയാ സോസ്. ഇത്രയും ആവശ്യ സാധനങ്ങൾ വേണ്ടത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇനി നമുക്കത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ചിക്കൻ ആഡ് ചെയ്യാം. നല്ലോണം മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിത് ഒരു 15 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം കേട്ടോ. ഇതിപ്പോൾ 15 മിനിറ്റോളം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. ഇത് ഇളക്കി കൊടുത്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം കുറച്ചും കൂടിയും വെള്ളം വറ്റണ വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയിട്ട് വേണം അടുത്തതായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ചിക്കൻ പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഞാൻ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായി, ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായി. അതിനെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് പതുക്കെ പരത്തിയെടുക്കണം. ചെറിയ പരത്തി എടുക്കേണ്ടി വരും. ആദ്യം നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ചപ്പാത്തി ഈ പൊടി കുഴച്ച് വെച്ചാക്കുന്നത് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്ത് ഇങ്ങനെ അധികം കനം കുറയ്ക്കരുത്, എന്നാൽ അധികം കട്ടി കൂടുകയും ചെയ്യരുത്. ആ പാകത്തിന് നമുക്ക് പരത്തിയെടുക്കാം. അധികം വട്ടം വേണ്ട, ഇത്രയ്ക്ക് വട്ടത്തിൽ ഓരോ ഉരുളകളെയും എടുത്ത് ഇങ്ങനെ ഇത്രയും വലുപ്പത്തിൽ കണ്ടത്. ഇതധികം കട്ടിയില്ല, എന്നാൽ ഇത്രയും കനം കുറഞ്ഞിട്ടില്ല. ഈ പാകത്തിന് നമുക്ക് പരത്തിയെടുക്കാം. ഇതിനകത്ത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. അതിനായിട്ട് ചപ്പാത്തി ഇതുപോലെ പരത്തി വെച്ചിട്ടുള്ള മാവിലിൻ്റെ എഡ്ജ് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് നനയ്ക്കാം. പതുക്കെ അതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഞൊറുകളാക്കി എടുക്കാം. വേറെ ഇതിങ്ങനെ ഞൊറുക ഉണ്ടാക്കാൻ പറ്റാത്തവർ വേറെ ഷേപ്പിൽ ആക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കി. അതിങ്ങനെ പതുക്കെ ഒന്ന് തിരിക്കും. കേട്ടോ, ഇതുപോലെ ഓരോന്നെടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതിനെ നമുക്കിനി ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഓരോന്നെടുത്ത് ഫില്ല് ചെയ്യും. അതൊക്കെ തിരിക്കാം.
ഇപ്പോൾ നമ്മുടെ മോമോസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ തട്ട്, ഇടിയപ്പമൊക്കെ വേവിക്കുന്ന തട്ട് എടുത്ത് അതിന്മേൽ വെളിച്ചെണ്ണ പരത്തിയിട്ട് നമുക്ക് ഓരോ കിഴികൾ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. അകത്തി വെക്കണം, അടുപ്പിച്ച് വയ്ക്കാൻ പാടില്ല. ഒന്നിച്ച് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 3-4 വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ വേവിച്ചെടുക്കാം. നമ്മൾ മോമോസ് ഇതിനകത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മോമോസ് ശരിയായിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് 15 മിനിറ്റോളം വേവിക്കണം. എന്നിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്കിത് സോസ് കൂട്ടി ചൂടോടെ കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.